ഹായ്, നെഹുസ് പ്രിറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും നല്ല കുറച്ച് പുതിയ പ്ലാന്റ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന നന്ദ്യാർവട്ടം നിയോണിൻ്റെയൊക്കെ തൈകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ബോളായിട്ട് നന്നായിട്ട് വളരുന്ന പ്ലാന്റാണിത്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. കട്ട് ചെയ്താൽ തന്നെ ഇതിങ്ങനെ ബോൾ ഷേപ്പിൽ വളരും. നന്ദ്യാർവട്ടം നിയോണ് ഇതുണ്ട്, നല്ല ഭംഗി, നല്ല കളറ് കണ്ടോ അതിൻ്റെ. ഇത് ബോളരേലിയാണ്, അത് നല്ല ബോൾ ഷേപ്പിൽ ആകും. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. നന്ദ്യാർവട്ടം കട്ട് ചെയ്യേണ്ട, ബോളരേലിയ നന്നായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ആവുള്ളൂ. ചെറുതിലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പം ആ പൂട്ടിയും തന്നെ ബോൾ ഷേപ്പിലായി വരും. അതിൻ്റെ ചെറിയ തൈകളാണ് നമ്മൾ അവിടെ സൈഡിലിരിക്കുന്നത്. അതിങ്ങനെ ബോൾ ഷേപ്പിലാക്കി നമ്മൾ കൊണ്ടുവരുന്നതാണ്. അത് ചെറുതിലെ കട്ട് ചെയ്താണ് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് പ്ലാന്റ് ഈ ബിഗോണിയ പ്ലാന്റ് ആണ്. ഒരു സിൽവർ കളറും ഗ്രീൻ കളറും കൂടി എല്ലാം മിക്സായി വരുന്ന ഒരു കളറാണ് ഇതിന്. ആ നടുവിലുള്ള കളർ ഒരു പിസ്ത ഗ്രീൻ പോലെ കളറാണ് അതിൻ്റെ നടുവിൽ വരുന്നത്. നല്ല കളറാണ് അതിൻ്റെ ലീഫിന് കാണാൻ. നല്ല വലിയ ഇലകളുമാണ്. ഇതുപോലെ ബുഷി പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതുകൊണ്ട് വലിയ പോട്ടിലാണ് അതിരിക്കുന്നത്. ഈ സെയിം പ്ലാന്റ് സൈസ് തന്നെയാണ്. 3 തൈകളൊക്കെ ഉണ്ട്. 3 തൈകളല്ല, മച്ചുവേർഡായിട്ടുള്ള വലിയ പ്ലാന്റാണ്. നിങ്ങൾക്ക് ഈ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പ്ലാന്റ് സൈസ്. അടുത്തത് ഈ ബിഗോണിയാണ്. ഇതും അതേ പ്ലാന്റ് സൈസ് തന്നെയാണ്. നല്ല വലിയ പ്ലാന്റാണ്. ചെറിയ തൈയല്ല, വലിയ പ്ലാന്റാണല്ല. എല്ലാത്തിലും 2-3 തൈകളും ഉണ്ട്. തൈകളല്ല, വലിയ പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഈ ട്രീ ഫാനാണ്. ഇതും വലിയ പ്ലാന്റാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ നല്ല ഭംഗിയാണ്, അല്ലാതെ വയ്ക്കാനും നല്ല ഭംഗിയാണ്. അടുത്തത് ഇതൊരു മിനിയേച്ചർ പാമാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ നല്ലൊരു പാമാണിത്. ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. ഇത് വേറൊരു സൈസ് പാമാണ്. നമ്മുടെ ഒരു മുളവർഗ്ഗത്തിൽ പെടുന്ന പോലെ അങ്ങനെയാണ് അതിൻ്റെ സ്റ്റിക്കൊക്കെ ഇരിക്കുന്നുണ്ടോ. മുളയുടെ സ്റ്റിക്ക് പോലെ തന്നെ നൈസായിട്ടുള്ള ഒരു മിനിയേച്ചറായിട്ടുള്ള മുളയാണ്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. അഗ്ലോണിമ ജയ്പോങ് റെഡ്. കളറൊക്കെ നന്നായിട്ടായി വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല റെഡ് കളറിലുള്ള ലീഫാണ് ഇതിനുള്ളത്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. അതിൻ്റെ ലീഫ് ഇത്തിരി നീണ്ടതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അത്യാവശ്യം സൈസായ പ്ലാന്റാണ്. നിറയെ ലീഫുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് ഈ ചൈന പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതും ഇതേ പ്ലാന്റ് സൈസാണ്. അത്യാവശ്യം വലുപ്പമായ പ്ലാന്റാണ്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഈ അഗ്ലോണിമയുടെ പേരെനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഭംഗി എൻ്റെ ലീഫുകൾ കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിലും നല്ല ഭംഗിയാണ്. ഈ ലീഫിൻ്റെ അരികിൽ കൂടി കണ്ട വൈറ്റ് ലൈനുണ്ട് എഡ്ജിൽ കൂടെ. എന്നിട്ട് അതിൻ്റെ അകത്തെ കളറുമൊക്കെ കാണാൻ നിയോൺ കളറും ഗ്രീൻ കളറും കൂടെ, ഒരു പ്രത്യേക ഗ്രീൻ കളറാണ്. എല്ലാം മിക്സ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. ഇലകൾ മെച്ചുവേർഡായി വരുമ്പോഴത്തേന് അതിൻ്റെ കളർ കണ്ടില്ല, അടിയിലത്തെ റെഡ് കയറി വരും. നന്നായിട്ട് റെഡ് ഇലകളിലോട്ട് കയറി വരും. അടുത്തത് അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക്കാണ്. നല്ല കളറുള്ള പ്ലാന്റാണ്. റെഡ് ലിപ്സ്റ്റിക്കൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നാലും ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റാണ്. പെട്ടെന്ന് ചീത്തയായി പോവില്ല. പിന്നെ അഗ്ലോണിമയുടെ തന്നെ ഒരു ഗ്രീൻ വെറൈറ്റിയാണിത്. അഗ്ലോണിമ പീക്കോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. നടുവിൽ കൂടി ഒരു ലെമൺ യെല്ലോ കളറൊക്കെ കയറി വരുന്നൊരു പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള ലീഫുമാണ്. നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ, ചെറിയ പ്ലാന്റൊന്നുമല്ല, വലിയ പ്ലാന്റാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. ഈ പ്ലാന്റ് കാണുമ്പം തന്നെ അറിയാമല്ലോ, വലിയ പ്ലാന്റാണ്.
ഇന്നത്തേത് മോൺസ്റ്റാരയുടെ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ മോൺസ്റ്റാര അഡൻസോണി പോലത്തെ ചെറിയതല്ല, ഇതിൻ്റെ ലീഫ് വലുതാണ്, വലിയ ലീഫും വലിയ ഹോൾസ് ഇതുണ്ട്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ ഹോൾസാണ് ഇതിലുള്ളത്. ആ സ്റ്റിക്കിലൊക്കെ കയറ്റി വിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതുണ്ട് അതിൻ്റെ ലീഫിൻ്റെ ആ പാറ്റേൺ കണ്ടില്ലേ, നല്ല ഭംഗിയായി മോൺസ്റ്റാര ഒരു സ്റ്റിക്കിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഈ ബിഗോണിയാണ്. നല്ല റെഡ് കളറിൽ നിറയെ പൂക്കളുണ്ടാകുന്ന ബിഗോണിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്. നല്ല ചുവപ്പ് പൂക്കൾ നിറയെ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അടുത്ത ക്രോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ്. പെട്ര എന്ന് പറയും, ക്രോട്ടൺ പെട്ര. നഴ്സറീസിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ്. 150-200 രൂപയൊക്കെയാണ് പെട്രയുടെ പ്ലാന്റിനുള്ളത്. ഇതുപോലെ ഇലകളിലൊക്കെ ഡിസൈൻ റെഡ് കളർ ആയി വന്നിട്ടുള്ള പ്ലാന്റാണ്. അടുത്ത ആപ്പിൾ ക്രോട്ടനാണ്. നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. ഇതുണ്ട് റെഡ് കളറൊക്കെ ഇലയിലായ പ്ലാന്റാണ്. ഇതിനും നഴ്സറീസിലൊക്കെ 250 രൂപയും അതിന് മുകളിലോട്ടൊക്കെയാണ് വില വരുന്നത്. ഇത്രയുള്ള നല്ല പ്ലാന്റാണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്ത കലാത്തിയ ലൂട്ടിയയുടെ തൈകളാണ്. തൈയല്ല, ഇത്ര ആയ പ്ലാന്റാണ്. നമുക്ക് പൂന്തോട്ടത്തിലൊരു ലോണൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ നല്ല പ്ലാന്റാണ്. അല്ലാതെ പോട്ടിലും നമുക്ക് വളർത്താം. പോട്ടിലാകുമ്പോൾ ഒത്തിരി വലുതാകില്ല, ഒരു മീഡിയം സൈസിൽ നിന്നോളും. അടുത്തത് നമ്മൾ ആദ്യം കാണിച്ച നന്ദ്യാർ വട്ടത്തിൻ്റെ തൈകളാണ്. നന്ദ്യാർ നിയോൺ കളറുള്ളത് ഉണ്ട്. എത്ര ആയ പ്ലാന്റാണ്, അത്യാവശ്യം ബോൾ ഷേപ്പിലാകാറായ പ്ലാന്റാണ്. ഇത് പോട്ടിൽ വെച്ചാൽ അത് ബോൾ ഷേപ്പിലായിക്കോളും. പിന്നെ ഇത് ബോളരേലിയയുടെ തൈകളാണ്. ഇതും നല്ല വലിയ ബോൾ ഷേപ്പിലായ ഒരു പ്ലാന്റാണ്. തീരെ ചെറിയ തൈകളല്ല, രണ്ടും അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതും നമുക്ക് പൂന്തോട്ടത്തിൽ ലോണിൽ സെറ്റ് ചെയ്യുമ്പോഴും പോട്ടിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല ഒരു ബോർഡറൊക്കെ ആയിട്ട് വെക്കുന്ന പ്ലാന്റാണ് എല്ലാവരും. പിന്നെ കറിവേപ്പിൻ്റെ തൈയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. ഇതിലേതിലൊക്കെ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.